ദൈവികമായ വാഗ്ദത്തമുള്ള കുടുംബങ്ങളോട്, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരോട്, ചർച്ചിനോട്, ദേശത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു: നിങ്ങളുടെ മേളിൽ ദൈവം പകർന്ന, ദൈവം അറിയിച്ച ഒരു വാഗ്ദത്തത്തിനു വേണ്ടി, ഒരു പ്രോമിസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ സാഹചര്യം ദൈവത്തിന് വിഷയമല്ല. ആ വാഗ്ദത്തത്തെ ദൈവം നിവർത്തിക്കും. അബ്രഹാമിനെ നോക്കി 75-ാമത്തെ വയസ്സിൽ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു മകനെ നൽകും, നിനക്കൊരു ഇസഹാക്കിനെ നൽകും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സാറയുടെ ഗർഭപാത്രം നിർജീവമാണെങ്കിലും, അബ്രഹാമിന്റെ ബലം ക്ഷയിച്ചാലും, ഗർഭപാത്രത്തിൽ ഇനിയൊരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും, അബ്രഹാമിന് പ്രത്യുൽപാദന ശക്തി നഷ്ടപ്പെട്ടാലും ദൈവത്തിന് അത് വിഷയമല്ല. എൻ്റെ ദൈവം അത്യത്ഭുതകരമായ പ്രവൃത്തികളെ ചെയ്യുന്നവനാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് ഈ ആരാധനയിൽ കൂടിയിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ആമീൻ, സാഹചര്യങ്ങൾ എത്ര എതിരാണെങ്കിലും, ആമീൻ, എത്ര സമ്മർദ്ദങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തികളെ നിർവഹിക്കും. ശിഷ്യന്മാരോട് യേശു പറയുന്നു, നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. എന്താണ് അവർ കേട്ട വാഗ്ദത്തം? അവർ കേട്ട വാഗ്ദത്തം, ഇനി ഏറെ നാൾ കഴിയും മുൻപേ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിലേക്ക് വരും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികിലേക്ക് വരും. ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാമോ? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം: ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതായിരുന്നു വാഗ്ദത്തം. ഞാൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യോഹന്നാൻ 15-26 വാക്യത്തിൽ പറയുന്നു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ചേർന്ന് ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്തായിരുന്നു വാഗ്ദത്തം? സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും. ഉയരത്തിലെ ശക്തി നിങ്ങളുടെ മേൽ വരും. ഉയരത്തിലെ ശക്തി നിങ്ങൾ ധരിക്കുവാൻ ഇടയായി തീരും. ഞാൻ പറയട്ടെ, ആ ഒരു വാഗ്ദത്തം യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം, കർത്താവിന്റെ കാൽവരി മരണത്തിന് ശേഷം ശിഷ്യന്മാർ ആ വാഗ്ദത്തത്തിന് വേണ്ടി ജെറുസലേം വിട്ടുപോകാതെ അവർ കാത്തിരുന്നു. അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. അവരത് വിശ്വസിച്ചു. പറഞ്ഞ വാഗ്ദത്തത്തെ വിശ്വസിക്കണം. സാഹചര്യം കണ്ട് മാറിപ്പോകരുത്. ഒരിക്കലും സാഹചര്യങ്ങൾ കണ്ട് മാറിപ്പോകരുത്. ഇസഹാക്ക് ഗെരാറിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ അപ്പന്റെ കാലത്തുണ്ടായ, അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം കണ്ടിട്ട് ഇസഹാക്ക് ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഇസഹാക്കേ, നീ ഒരിക്കലും ഈജിപ്തിലേക്ക് പോകരുത്. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തതിനെ, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിന്റെ മേളിൽ നിവർത്തിക്കും. ഞാൻ നിന്റെ മേളിൽ നിവർത്തിക്കും. നമുക്കറിയാം, ഇസഹാക്കിനോട് ദൈവം പറയുന്നു, നിന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞ ഒത്തിരി വാഗ്ദത്തമുണ്ട്, അതൊത്തിരി പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ ദൈവികമായ വാഗ്ദത്തം. നിന്നെ കുറച്ചു കളയുമെന്നല്ല, നിന്നെ തീർത്തു കളയുമെന്നല്ല, നിന്നെ തകർത്തു കളയുമെന്നല്ല, നിന്റെ അപ്പനെ അനുഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നിന്റെ അപ്പന്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന ദൈവികമായ വാഗ്ദത്തം ഇസഹാക്കിനോട് പറയുന്നു. ക്ഷാമം കണ്ടോണ്ടോ, മനുഷ്യനെ കണ്ടോണ്ടോ വാഗ്ദത്തത്തിൽ സംശയിക്കരുത്. ഇസഹാക്ക്, വേദപുസ്തകം പറയുന്നു, അതനുസരിച്ചു. അവൻ ആ ദേശത്ത് വിതച്ചു. അവന് 100 മേനിയുടെ കൊയ്ത്തുണ്ടായി. ആ ദേശത്തിൽ അവൻ വർദ്ധിച്ചു. അവൻ കുഴിച്ച കിണറുകളിലൊക്കെയും വെള്ളമുണ്ടായി. സ്വർഗത്തിലെ ദൈവം അവന് രഹബോത്ത് ഒരുക്കി കൊടുത്തു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, വാഗ്ദത്തം ഉള്ള ദൈവിക വാഗ്ദത്തം കേട്ട ഒരു കുടുംബവും ഒരു സഭയും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ, വാക്കുമാറാത്തവനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. സാറയുടെ ഗർഭപാത്രം നിർജീവമാണെങ്കിലും, അബ്രഹാമിന്റെ ബലം ക്ഷയിച്ചെങ്കിലും, അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കുവാൻ ശക്തനെന്നവൻ ഉറച്ചു. എല്ലാരും പറഞ്ഞു, വാഗ്ദത്തം ചെയ്തവൻ
പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. നമ്മൾ ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ നോക്കി പറയുന്നു അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു ഞാൻ ചെങ്കടൽ രണ്ടാക്കുന്നവനാണ്, ഞാൻ വഴികൾ തുറക്കുന്നവനാണ്. യേശു കർത്താവ് ബെഥേസ്ദ എന്ന കുളക്കരയുടെ കരയിൽ നിൽക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ആ 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യനോട് യേശു ചോദിക്കുകയാണ്, സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോ അടുത്ത വാക്യത്തിൽ ആ മനുഷ്യൻ യേശുവിനോട് മറുപടി പറയാണ്, കർത്താവേ, എന്നെ ഈ കുളത്തിലേക്കാക്കുവാൻ എനിക്ക് ആരുമില്ല, എന്നെ കുളത്തിലേക്കാക്കുവാൻ എനിക്കാരുമില്ല. യേശു ചോദിക്കുന്നു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? പക്ഷെ അവൻ പറയുന്നു, എന്നെ ഈ കുളത്തിലേക്കാക്കാൻ എനിക്കാരുമില്ല എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ചിന്തയിൽ, അവന്റെ നിരൂപണത്തിൽ, അവന്റെ വിശ്വാസത്തിൽ കുളത്തിൽ ഇറങ്ങുന്നവൻ മാത്രമേ സൗഖ്യമാകത്തുള്ളൂ. ഇന്ന് വരെ അവൻ കണ്ടിട്ടുള്ളത് കുളത്തിലിറങ്ങിയവർ സൗഖ്യമായതാണ്. ഇന്ന് വരെ അവൻ കേട്ടിട്ടുള്ളത് കുളത്തിലിറങ്ങിയവർ സൗഖ്യമായതാണ്. അവൻ പറയുന്നു, ഈ കുളത്തിലിറങ്ങാതെ എനിക്ക് സൗഖ്യം ഉണ്ടാകത്തില്ല, എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്കാരുമില്ല എന്ന് യേശുവിനോട് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആ 38 വർഷം രോഗിയായവന്റെ അകത്ത് ഒറ്റ ചിന്തയാണുള്ളത്, സൗഖ്യമാകണമെങ്കിൽ, വിടുതലുണ്ടാകണമെങ്കിൽ കുളത്തിലിറങ്ങണം, ഇതിലിറങ്ങണം. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നീ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് വേണ്ടിയുണ്ട്. കുളത്തിൽ ഇറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ളത് നിന്റെ ചിന്തയാണ്. എനിക്ക് നിന്നെ കരയിൽ സൗഖ്യമാക്കാൻ കഴിയും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കുളത്തിൽ ഇറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ളത് നിന്റെ ചിന്തയാണ്. എനിക്ക് നിന്നെ കരയിൽ സൗഖ്യമാക്കാൻ കഴിയും. നിന്റെ പക്കലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. നിന്റെ കയ്യിലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. വിശ്വസിക്കുന്നവരെന്ന് ആത്മാവിൽ അത് സ്വീകരിച്ചേ. ഇന്ന് വരെ, ആ നിമിഷം വരെ കരയിൽ ഒരുത്തൻ സൗഖ്യമാകുന്നത് അവൻ കണ്ടിട്ടില്ല. ആ സെക്കൻഡ് വരെ കരയിൽ ഒരുത്തൻ സൗഖ്യമാകുന്നത് അവൻ കണ്ടിട്ടില്ല. കുളത്തിലിറങ്ങുന്നവനെ സൗഖ്യമാകുന്നത് കണ്ടിട്ടുള്ളൂ. പക്ഷെ കർത്താവിന് പറയാനുണ്ട്, നിന്റെ ഐഡിയ ഒക്കെ മാറ്റിവെച്ചോ, നിന്റെ ടെൻഷനൊക്കെ മാറ്റിവെച്ചോ, നിന്റെ ചിന്തയൊക്കെ മാറ്റിവെച്ചോ, നിന്റെ കയ്യിലില്ലാത്ത വഴികൾ എന്റെ കയ്യിലുണ്ട്. പിശാചേ, ശത്രുവേ, നീ ദൈവസഭയ്ക്ക് വിരോധമായും ദൈവിക പ്രവർത്തികൾക്ക് വിരോധമായും എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും സകല സൻബല്ലത്തുമാരുടെയും തോബിയാവുമാരുടെയും ആലോചനകളെ ഉടച്ചു കളഞ്ഞുകൊണ്ട്, ബാബേൽ ഗോപുരം പണിയുന്നവന്റെ ഭാഷയെ മറിച്ചു കളഞ്ഞുകൊണ്ട്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ തന്റെ ദൂതന്മാരെ അയച്ച്, മീഖായേലിനെ അയച്ച്, ഗബ്രിയേലിനെ അയച്ച്, തന്റെ ദൂതന്മാരെ അയച്ച് അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. വാഗ്ദത്തമുള്ളവന് ഒരു കാത്തിരിപ്പുണ്ട്. വാഗ്ദത്തമുള്ളവൻ ചിലത് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. മഹാപ്രതിഫലം ദൈവം നമുക്ക് നൽകുന്നു. ആ മഹാപ്രതിഫലത്തിനായി കാത്തിരുന്നേ പറ്റുള്ളൂ. യേശുവിന്റെ വരവിനാ വേണ്ടി കാത്തിരുന്നേ പറ്റുള്ളൂ. ആ കാത്തിരിപ്പ് ഒരിക്കലും തകർച്ചയാകില്ല. 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ കാത്തിരുന്നവൻ കുളത്തിലെ സൗഖ്യമാണ് കാത്തിരുന്നത്. പക്ഷെ സൗഖ്യം നടന്നത് കരയിലാണ്, കുളത്തിലല്ല. സൗഖ്യം നടന്നത് കരയിലാണ്. പ്രതീക്ഷിക്കാത്ത, നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും. നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും.